Hi friends, once again welcome back to EduTutors, a new section. BA-BSc സ്റ്റുഡൻസിനെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും ഇമ്പോർട്ടൻറ്റും അതുപോലെ തന്നെ ഏറ്റവും എളുപ്പവുമുള്ള ഒരു ചാപ്റ്ററാണ് ടെക്സ്റ്റ് എന്ന ചാപ്റ്റർ. ഇന്ന് നമ്മളിവിടെ ഡിസ്കസ് ചെയ്യുന്നത് ഈ ചാപ്റ്ററാണ്. ഇതിൻ്റെ കംപ്ലീറ്റ് എസ്സേ നമ്മൾ പഠിക്കാൻ പോവുകയാണ്. അതിനു മുൻപായിട്ട് ചെറിയൊരു ഇൻട്രൊഡക്ഷൻ ഞാൻ പറയാം. ഈ ടെക്സ്റ്റ് എന്ന ഈ ചാപ്റ്റർ ബേസ് ചെയ്തിട്ടുള്ളത് നിലവിലുള്ള കമ്മ്യൂണിക്കേഷൻ ലെവൽ അതുപോലെ ടെക്നോളജിയുടെ ഒരു ഇമ്പ്രൂവ്മെൻറ്റിനെ കുറിച്ചിട്ടാണ്. എത്രമാത്രം ഫോൺ നമുക്ക് ഉപയോഗപ്രദമാണ്, അപ്പോൾ ഫോണിൽ കൂടെ ഉള്ള ടെക്സ്റ്റ് മെസ്സേജുകളാണ് ശരിക്കും കമ്മ്യൂണിക്കേഷൻ ലെവലിൽ ഒത്തിരി ടെക്നോളജി ലെവലിൽ ഒത്തിരി മാറ്റം വന്നിട്ടുള്ളത്. അപ്പോൾ അതിനെക്കുറിച്ച് മാത്രമാണത്. അതിൻ്റെ കമ്മ്യൂണിക്കേഷനെയോ അല്ലെങ്കിൽ ടെക്നോളജീനെ കുറിച്ചിട്ട് ഒരു ഹിസ്റ്ററിയോ ഒന്നും നമ്മൾ ഇവിടെ പഠിക്കുന്നില്ല. അതിൻ്റെ ഒരു ബേസ് മാത്രമാണ് പഠിക്കുന്നുള്ളൂ. ഓക്കെ, അപ്പോൾ അത്രയും എളുപ്പമാണിത് ഈ ചാപ്റ്റർ. പ്രത്യേകിച്ചും കമ്മ്യൂണിക്കേഷൻ ലെവൽ എത്രമാത്രം അഫെക്ഷനേറ്റ് ആണ് ഓരോ വ്യക്തികൾക്കും ഈ കുഞ്ഞു കുഞ്ഞു ടെക്സ്റ്റ് മെസ്സേജസിൽ കൂടെ എന്നുള്ള ഒരു ചെറിയ ചെറിയ കാര്യങ്ങൾ മാത്രമാണ് ഇതിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഓക്കെ, എക്സാം ടൈമായിട്ട് ചില കുട്ടികളെങ്കിലും എല്ലാ ചാപ്റ്റേഴ്സും പഠിക്കാതെ കുറച്ച് ചാപ്റ്റേഴ്സൊക്കെ സ്കിപ്പ് ചെയ്ത് അവർക്ക് പറ്റുന്ന രീതിയിൽ ചില ചാപ്റ്റേഴ്സ് മാത്രം നോക്കി പഠിക്കുന്ന കുട്ടികളുണ്ടായിരിക്കും. അപ്പോൾ അവരോട് ഞാനൊരു സജഷൻ പറയാം. ഈ ഒരു ചാപ്റ്റർ നിങ്ങൾ സ്കിപ്പ് ചെയ്യാതെ പഠിക്കുക, കാരണം അത്രയും എളുപ്പമാണ്. അപ്പോൾ അങ്ങനെയുള്ള കുട്ടികളോട് കേട്ടോ. അല്ലാത്തവർക്ക് എല്ലാ ചാപ്റ്റേഴ്സും നിങ്ങൾ ഓൾറെഡി കവർ ചെയ്യുന്നുണ്ടല്ലോ, അപ്പോൾ ഇത് ഇൻക്ലൂഡഡ് ആയിരിക്കും. ഓക്കെ, സോ ലെറ്റ്സ് ഡോണ്ട് വേസ്റ്റ് ടൈം ആൻഡ് ഹിയർ വി ഗോ. Text is written by Anne Duffy. She is a Scottish poet and playwright. The theme of the poem are love, identity, and social issues. This poem is about the modern communication through text messages. She notes that the short messages such as "see you later," "I love you," "kiss" conveys affection and closeness, also longing for deeper connection. The poem is clear that the younger generation gives more importance to the technology. According to the poet, in the world of today, the mobile phone is treated like a bird. Especially when the phone is fallen, it is treated like an injured bird with lots of care and affection. It conveys that the delicate and caring attitude towards technology. The figure of speech used here is simile. ആൻ ഡഫി എന്ന ഒരു പോയിറ്റാണ് ഈ ടെക്സ്റ്റ് എന്ന ചാപ്റ്റർ എഴുതിയിട്ടുള്ളത്. അദ്ദേഹത്തെക്കുറിച്ച് പറയുകയാണെങ്കിൽ ഒരു സ്കോട്ടിഷ് പോയിറ്റാണ്, അതുപോലെ തന്നെ ഒരു പ്ലേ റൈറ്റും കൂടിയാണ് ആൻ ഡഫി. ഈ ചാപ്റ്ററിൻ്റെ ഒരു തീം അല്ലെങ്കിൽ ഒരു ആശയം എന്ന് പറയുന്നത് ലവ്, ഐഡൻറ്റിറ്റി ആൻഡ് സോഷ്യൽ ഇഷ്യൂസ്. സമൂഹത്തിലുണ്ടാകുന്ന കുറേ ബുദ്ധിമുട്ടുകൾ, കഷ്ടപ്പാട് അല്ലെങ്കിൽ പ്രശ്നങ്ങൾ, അതുപോലെ ഐഡൻറ്റിറ്റി, നമ്മളെ തിരിച്ചറിയുന്ന ഒരു സംഭവമാണ് ഐഡൻറ്റിറ്റി എന്ന് പറയുന്നത്. നമ്മൾ എന്താണ് എന്ന് കാണിക്കുന്ന നമ്മുടെ വ്യക്തിത്വത്തെയാണ് ഐഡൻറ്റിറ്റി എന്ന് പറയുന്നത്. അതുപോലെ സ്നേഹം, ഇതിനൊക്കെ കുറിച്ചിട്ടാണ് ഈ പോയത്തിൽ കൂടെ നമുക്ക് പറഞ്ഞു തരുന്നത്. ഇനി നമുക്ക് ഈ ചാപ്റ്ററിൻ്റെ ഒരു ഉള്ളടക്കം നോക്കുകയാണെങ്കിൽ എന്താണ് ഇതിൽ മെയിനായിട്ട് പറയുന്നത്? മോഡേൺ കമ്മ്യൂണിക്കേഷനെ കുറിച്ചിട്ടാണ് പറയുന്നത്. ടെക്സ്റ്റ് മെസ്സേജുകളിൽ കൂടെ ആദ്യകാലത്തൊന്നും ഇതുപോലത്തെ കമ്മ്യൂണിക്കേഷനൊന്നും ഉണ്ടായിരുന്നില്ല. നമ്മൾ ഫേസ് ടു ഫേസ് കമ്മ്യൂണിക്കേഷൻ മാത്രമായിരുന്നു ഉണ്ടായിരുന്നത്. നിങ്ങൾക്കറിയായിരിക്കും, മുഖത്തോട് മുഖം നോക്കിയുള്ള കമ്മ്യൂണിക്കേഷൻ അല്ലാതെ വേറെ ഒന്നും തന്നെ ഉണ്ടായിരുന്നില്ല. അതിനുശേഷമാണ് ലെറ്ററൊക്കെ വരാൻ തുടങ്ങിയത്, റൈറ്റിംഗ് ലെറ്റേഴ്സ് അങ്ങനത്തെയൊക്കെ. അതിനുശേഷം വന്നിട്ടുള്ള ഒരു അപ്ഡേറ്റഡ് ടെക്നോളജിയാണ് ടെക്സ്റ്റ് മെസ്സേജസ്. അപ്പോൾ ഈ മോഡേൺ കമ്മ്യൂണിക്കേഷൻ ടെക്സ്റ്റ് മെസ്സേജസിനെ കുറിച്ച് പറയുകയാണെങ്കിൽ കുറച്ച് ഷോർട്ട് മെസ്സേജസ് ഉണ്ട്. അതിൻ്റെ ചെറിയ എക്സാമ്പിൾസ്, ഒരു 3 എക്സാമ്പിൾസ് അവിടെ കൊടുത്തിട്ടുണ്ട്. കണ്ടോ, CUL8R എന്ന് പറഞ്ഞാൽ സി യു ലേറ്റർ. നിങ്ങൾക്ക് ഓൾറെഡി അറിയായിരിക്കും. ജസ്റ്റ് അത് ഞാൻ പറഞ്ഞു തരേണ്ട ആവശ്യമില്ല എന്ന് എനിക്ക് തോന്നുന്നു. അതുപോലെ കണ്ടോ, ഐ ലവ് യു, കിസ്, ഇതിനൊക്കെ കൊടുത്തിരിക്കുന്ന ഷോർട്ട് ഫോംസ് ആണ് ഇത്. ഓക്കെ, അപ്പോൾ ഇങ്ങനെയൊക്കെയാണ് നമ്മൾ മെസ്സേജസ് കൺവേ ചെയ്യാറുള്ളത്. അപ്പോൾ ഇതിനൊന്നും നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് എഴുതേണ്ട കാര്യമൊന്നും ഇല്ല. അപ്പോൾ അത് ഷോർട്ട് മെസ്സേജസ്, അതിൽ കൂടെ നമുക്ക് ഉള്ളടക്കം എല്ലാം തന്നെ മനസ്സിലാക്കാൻ സാധിക്കുമെന്നാണ് പറയുന്നത്. ഇനി ഇത് കൂടുതലായിട്ടും ഉപയോഗിച്ച് വരുന്നത് ആരാണ്? യങ്ങർ ജനറേഷനാണ്, നോ ഡൗട്ട് അല്ലേ.
യങ്ങർ ജനറേഷനാണ് ഇതിനെ കുറിച്ച് കൂടുതൽ അറിയുന്നതും ഉപയോഗിച്ച് വരുന്നതും. ഇതൊരു ടെക്നോളജി ഇംപ്രൂവ്മെൻറ്റിൻ്റെ കാലഘട്ടം തന്നെയാണ്. ഇനി ഇവിടെ പറയുന്ന മറ്റൊരു കാര്യം, ഒരു മൊബൈൽ ഫോണിനെ ഇന്നത്തെ കാലത്ത് ടെക്നോളജി ഇംപ്രൂവ്മെൻറ്റിൻ്റെ ഡെവലപ്മെൻറ്റിൻ്റെ ഈ കാലഘട്ടത്തിൽ ഫോണിനെ എന്തായിട്ട് കമ്പയർ ചെയ്യുകയാണ് ചെയ്യുന്നത്? ബേർഡ്, ഒരു പക്ഷിയായിട്ട് കമ്പയർ ചെയ്യാണ് ചെയ്യുന്നത്. എങ്ങനെയാണ് ഒരു പക്ഷിയായിട്ട് കമ്പാരിസൺ വരുന്നത്? ഒരു പക്ഷിക്ക്, നമുക്കിപ്പോൾ പക്ഷീനെ വലിയ ഇഷ്ടമാണ്, സ്നേഹിക്കുന്നവരാണ്. ഇപ്പോൾ ഒരു തത്ത അല്ലെങ്കിൽ ഒരു പ്രാവ്, ലവ് ബേർഡ്സ്, ഇതൊക്കെ നമ്മൾ വീടുകളിൽ വളർത്തുന്നതാണ് അല്ലേ. അപ്പോൾ ഒരു പക്ഷിക്ക്, നമ്മൾ വളർത്തുന്ന ഈ പക്ഷിക്ക് എന്തെങ്കിലും ഒരു ചെറിയൊരു ഇഞ്ചുറി പറ്റുകയാണെങ്കിൽ, എന്തെങ്കിലും ഇഞ്ചുറി എന്ന് പറഞ്ഞാൽ മുറിവ് പറ്റുകയാണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും? വളരെ ടെൻഡറായിട്ട് നമ്മൾ കെയർ ചെയ്യും അല്ലേ. അപ്പോൾ ഇവിടെ പോയിട്ട് അങ്ങനെയാണ് കമ്പയർ ചെയ്യുന്നത്. അതുപോലെയാണ് ഒരു ഫോൺ, നമ്മളുടെ ഫോൺ ഒന്ന് നിലത്ത് വീഴുകയാണെങ്കിൽ നമ്മൾ ഈ ബേർഡിനെ എങ്ങനെയാണോ കെയർ ചെയ്യുന്നത് ആ രീതിയിലായിരിക്കും കെയർ ചെയ്യുന്നത് എന്നാണ് പറയുന്നത്. ഓക്കെ, വിത്ത് ലോട്ട്സ് ഓഫ് കെയർ ആൻഡ് അഫെക്ഷൻ, ഒത്തിരി സ്നേഹത്തോടെ ഒത്തിരി കെയർ ചെയ്തിട്ടാണ് നമ്മൾ ആ ഫോണിനെ കണക്കാക്കുന്നത്, അല്ലെങ്കിൽ നമ്മൾ അതിനെ സ്നേഹിക്കുന്നത്. ഓക്കെ, ഇനി ഇവിടുത്തെ ഒരു ഫിഗർ ഓഫ് സ്പീച്ച് ഏതിൻ്റെ കാര്യം പറയുന്നതെന്ന് വെച്ചാൽ, ആ ബേർഡും മൊബൈൽ ഫോണും തമ്മിലുള്ള ആ ഒരു കണക്ഷൻ ഉണ്ടല്ലോ, ഇവിടെ ഉപയോഗിച്ചിരിക്കുന്ന ഈ ഫിഗർ ഓഫ് സ്പീച്ച് എന്ന് പറയുന്നത് സിമിലിയാണ്. അതെന്തുകൊണ്ടാണ് ഞാനത് ആഡ് ചെയ്തിരിക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ 2 മാർക്കിന് ചോദിക്കാൻ സാധ്യതയുള്ള ഒരു പോർഷനാണ് അത്. Once again, the speaker compares at the communication device as an injured bird with the tender caring. This comparison highlights the speaker's emotional attachment to the phone and the tenderness with which he handles it. The letters XX represent kisses. It is a common symbol of love and friendship in text messaging. It conveys warmth and closeness between the sender and the receiver. ഒരിക്കൽ കൂടെ പോയിട്ട് നമ്മൾ ഓർമ്മിപ്പിക്കുകയാണ്, ഒരു ബേർഡുമായിട്ടാണ് മൊബൈൽ ഫോണിനെ കമ്പയർ ചെയ്യുന്നതെന്ന്. അതിനർത്ഥം ഒരു ഇമോഷണൽ അറ്റാച്ച്മെൻ്റ് ആണ് എന്നാണ് അദ്ദേഹം പറയുന്നത്. പിന്നെ അത് നമ്മൾ നേരത്തെ പറഞ്ഞ അതേ പോയിന്റ് തന്നെയാണ്. നമ്മൾ ഒത്തിരി സ്നേഹത്തോടു കൂടിയാണ് ഇഞ്ചുറി ആയിട്ടുള്ള ഒരു ബേർഡിനെ നോക്കുന്നത്. അതുപോലെ തന്നെയായിരിക്കും ഒരു മൊബൈൽ ഫോൺ താഴെ വീണ് കഴിഞ്ഞാൽ നമ്മൾ അതിനെ പരിചരിക്കുന്നത്. ഇനി XX എന്ന് പറയുന്ന 2 ലെറ്റേഴ്സ് ഇതിനെ കിസ്സസ് എന്ന ഒരു വേർഡ് കൊണ്ടാണ് ശരിക്കും റിപ്രസെൻ്റ് ചെയ്യുന്നത്. അല്ലാതെ KISS അങ്ങനെ എഴുതേണ്ട ആവശ്യമൊന്നും ടെക്സ്റ്റ് മെസ്സേജുകളിൽ വരുന്നില്ല എന്ന് അദ്ദേഹം പറയുന്നുണ്ട്. ഇനി ഈ ഷോർട്ട് കട്ടുകളിൽ കൂടെ നമ്മൾ എന്താണ് പാസ് ചെയ്യുന്നത്, എന്ത് മെസ്സേജാണ് പാസ് ചെയ്യുന്നത്? സ്നേഹത്തിൻ്റെ അല്ലെങ്കിൽ ഒത്തിരി ക്ലോസ്നെസ്, അതിൻ്റെ ഒരു അടുപ്പത്തിൻ്റെ ഒരു മെസ്സേജാണ് പാസ് ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ 2 വ്യക്തികൾ തമ്മിലാണ്. ഒന്ന് സെൻഡർ, ഒന്ന് റിസീവർ. സെൻഡർ എന്ന് പറഞ്ഞാൽ മെസ്സേജ് അയക്കുന്ന വ്യക്തി, റിസീവർ എന്ന് പറഞ്ഞാൽ മെസ്സേജ് സ്വീകരിക്കുന്ന വ്യക്തി. The speaker speaks upon the love and distance relationships through text messages. The text messages gives a reply immediately, but the authenticity of these text messages have to compare with the face-to-face interaction. The poem says if someone messages XX, the message shows love, but the emotions cannot be expressed as a real conversation. ഒരു വ്യക്തി വേറൊരു വ്യക്തിക്ക് മെസ്സേജ് അയക്കുമ്പോൾ അവർ രണ്ടാളും തൊട്ടടുത്തടുത്തായിരിക്കും ഇരിക്കുന്നത്, സാധ്യത കുറവാണ് അല്ലേ. അപ്പോൾ ദൂരെയുള്ള 2 വ്യക്തികൾ തമ്മിലായിരിക്കും മെസ്സേജസ് അയക്കുന്നത്. അപ്പോൾ അവരുടെ ഇടയിൽ എന്തുണ്ട്? ഒരു ഗ്യാപ്പ് ഉണ്ട്. അപ്പോൾ ഈ ഗ്യാപ്പിൻ്റെ ഇടയിൽ കൂടെ പാസ് ചെയ്യുന്ന ഒന്നാണ് മെസ്സേജസ്. അപ്പോൾ ഇവിടെ എന്താണ് പറയുന്നത്? XX അല്ലെങ്കിൽ കിസ് എന്ന ഒരു മെസ്സേജ് ഒരു സെൻഡറിൽ നിന്നും റിസീവറിലോട്ട് പാസ് ചെയ്യുമ്പോൾ ഇവിടെ ഇവർ കാണുന്നുണ്ടോ? മുഖാമുഖം കാണുന്നുണ്ടോ? ഇല്ല, ഇവർ കാണുന്നില്ല. കാണാതെയാണ് ഇത് അയക്കുന്നത്. അപ്പോൾ ഇവിടെ നമുക്ക് കണക്കാക്കേണ്ടത് ഒതൻറ്റിസിറ്റിനെ കുറിച്ചിട്ടാണ്. ഒതൻറ്റിസിറ്റി എന്ന് പറഞ്ഞാൽ അതിനുള്ളിൽ വിശ്വസ്തത അല്ലെങ്കിൽ ആത്മാർത്ഥത എത്രമാത്രം ഉണ്ട് എന്ന് നമുക്ക് മനസ്സിലാകുന്നില്ല. മുഖത്തോട് മുഖം നോക്കി പറയുന്ന ഓരോ വാക്കുകളും നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും കാണാനായിട്ട് സാധിക്കും. അത് എന്താ പറയുക, അവരുടെ ഒതൻറ്റിസിറ്റിയെ അല്ലെങ്കിൽ ആ സത്യസന്ധതയെ അളക്കാനായിട്ട് പലപ്പോഴും സാധിക്കുന്ന ഒന്നാണ്. എന്നാൽ
കാണാതിരിക്കുന്ന ഒരു വ്യക്തിയെ കുറിച്ചിട്ട് നമുക്കറിയില്ല അവരുടെ മുഖഭാവം അല്ലെങ്കിൽ അവരുടെ എക്സ്പ്രഷൻസ് എങ്ങനെയുള്ളതാണ്. അപ്പോൾ മുഖത്തിൽ നമുക്ക് കുറേയൊക്കെ കാര്യങ്ങൾ വായിക്കാനായിട്ട് സാധിക്കും. അപ്പോൾ ഇവിടെ ഈ ഒതൻറ്റിസിറ്റിയെ ഇവിടെ എടുത്തു പറയുകയാണ് പോയിട്ട് നമ്മൾ സംശയിക്കേണ്ടിയിരിക്കുന്നു എന്ന്. അതുപോലെ ഇമോഷൻസ് ഇതൊന്നും നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നില്ല. എന്നാൽ ഒറിജിനൽ കോൺവെർസേഷനിൽ അവരുടെ ഇമോഷൻസൊക്കെ നമുക്ക് കാണാനായിട്ട് സാധിക്കുന്ന ഒന്നാണ്. As a conclusion, the poet questions about the confusions and complexities of human interaction in the digital communication. The text message conveys a close familiarity, affection, and a longing for deeper connection in the digital world. ഈ പോയം അവസാനിക്കുമ്പോൾ പോയറ്റ് ഒരു ക്വസ്റ്റ്യൻ മാർക്ക് ഇടുകയാണ്. ഇതുപോലെയുള്ള ഇൻ്ററാക്ഷൻസ്, ഇതുപോലത്തെയുള്ള ഡിജിറ്റൽ കമ്മ്യൂണിക്കേഷൻസ് ശരിക്കും യൂത്താണ് കൂടുതലായിട്ടും ഉപയോഗപ്പെടുത്തുന്നത്. അപ്പോൾ അവിടെ വരുന്ന ഒത്തിരി കൺഫ്യൂഷൻസ് ഉണ്ട്, കോംപ്ലക്സിറ്റീസ് ഉണ്ട്. എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കറിയില്ല ഇതിൻ്റെ ആത്മാർത്ഥത എത്രമാത്രം ഉണ്ട് എന്ന് നമുക്ക് കൃത്യമായിട്ട് അളക്കാൻ സാധിക്കുന്നില്ല. ആ ഒരു കൺഫ്യൂഷനെ കുറിച്ചിട്ടാണ് ഇദ്ദേഹം എടുത്തു പറയുന്നത്. എന്നിരുന്നാലും ഇപ്പോൾ നിലവിലുള്ള ഒരു പ്രോഗ്രസീവ് വേൾഡ് അല്ലെങ്കിൽ ഡിജിറ്റൽ വേൾഡിൽ നമ്മൾ കൂടുതലായിട്ടും ഉപയോഗിക്കുന്ന ഒന്നാണ് ഈ ടെക്സ്റ്റ് മെസ്സേജസ്. അപ്പോൾ ഇവിടെയും എന്താണ് സ്നേഹം, അഫെക്ഷനും ഡീപ്പർ കണക്ഷനും എല്ലാം തന്നെയുണ്ട്. ഒരു ലോങ്ങിങ്നെസ്സും എല്ലാം ഇവിടെ ഉണ്ട്. പക്ഷെ അതിൻ്റെ ഒതൻറ്റിസിറ്റിയെ കുറിച്ച് മാത്രമാണ് ഒരു ഡൗട്ടായിട്ട് കിടക്കുന്നത്. ഞാൻ ആദ്യമേ സൂചിപ്പിച്ചതുപോലെ ഒട്ടും തന്നെ ബുദ്ധിമുട്ടുകളൊന്നുമില്ലാത്ത വളരെ എളുപ്പത്തിൽ പഠിക്കാൻ സാധിക്കുന്ന ഒരു ചാപ്റ്ററാണിത്. സോ ഡോണ്ട് സ്കിപ്പ് ദ വീഡിയോ, ടേക്ക് യുവർ നോട്ട്ബുക്ക്, റൈറ്റ് ഡൗൺ ദി എസ്സേ ആൻഡ് ദെൻ സ്റ്റാർട്ട് സ്റ്റഡിങ്. വീഡിയോ ഉപകാരപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. അതുപോലെ തന്നെ നിങ്ങൾക്ക് ഇനിയും ഞാനിടുന്ന വീഡിയോസ് അപ്പോൾ തന്നെ കിട്ടാനായിട്ട് നോട്ടിഫിക്കേഷൻ എനേബിൾ ചെയ്യുക. Okay, so wish you all the very best. We'll meet you in the next video. By then, take care and goodbye.